ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. ഇന്ന് നമ്മൾ ബ്രിയനയ്ക്ക് ആനുവൽ ഫ്ലൂ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ 4 വർഷമായി എല്ലാ വർഷവും ബ്രിയനയ്ക്ക് ഫ്ലൂ വാക്സിനേഷൻ എടുക്കാറുണ്ട്. അത് ബ്രിയനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പീഡിയാട്രീഷ്യന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഞങ്ങൾക്ക് മോർണിംഗ് 10:30 അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നത്. ആൻഡ് അന്നേ ദിവസം ഇറ്റ് വാസ് റെയിനിങ് വെരി ഹെവിലി. നമ്മൾ ബ്രിയനെ ലൈഫ് ലൈനിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം വി തോട്ട് ഓഫ് ഡൂയിങ് ഇറ്റ് ഇൻ അവർ നിയർ ബൈ ഹോസ്പിറ്റൽ. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ കിംസ് വലിയത്തിൽ ഫ്ലൂ വാക്സിൻ അവൈലബിൾ ആണ്. കുട്ടികളുടെ വാക്സിനേഷൻ ആയത് കാരണം പീഡിയാട്രിക് കൺസൾട്ടേഷൻ കമ്പൽസറി ആണ്. അങ്ങനെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വാക്സിനും ബില്ല് ചെയ്തിട്ട് നേരെ ICUലേക്ക് പോയി. സാധാരണ വാക്സിനേഷൻ ഇഞ്ചക്ഷൻ റൂമിലോ അല്ലെങ്കിൽ NICUലോ ആണ് എടുക്കാറ്. ഇവിടെ ഇന്ന് ഐസൊലേഷൻ ICUലാണ് എടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ബ്രിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രിയനെ വാക്സിനേഷൻ എടുക്കാൻ പേടിയുണ്ടോയെന്ന്. അപ്പോൾ ബ്രിയന പറഞ്ഞു, ഒരു പേടിയില്ല, നമുക്ക് കണ്ടറിയാം. 6 മാസത്തിന് ശേഷമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ആനുവൽ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിനേഷൻ ഇസ് ഹൈലി റെക്കമെൻഡഡ്. കേരളത്തിലാണെങ്കിൽ മിഡ് മെയ്യോടുകൂടി ഈ വാക്സിനേഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. മഴക്കാലത്തുണ്ടാകാവുന്ന പീക്ക് ഫ്ലൂ പീരീഡിലേക്കുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് അടിക്കടി ഉണ്ടാകുന്ന പനിയും ജലദോഷം തടയാനായിട്ട് ഈ വാക്സിൻ ഒരു മേജർ പാർട്ടിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരി, ഇനി നമുക്ക് ബ്രിയനെ വാക്സിനേഷൻ എടുക്കുന്നത് കാണാം. ഈ സിസ്റ്ററുമായിട്ട് ബ്രിയനയ്ക്കൊരു കണക്ഷൻ ഉണ്ട്. ഈ സമ്മറിൽ ഒരു മാർച്ചോടുകൂടി ബ്രിജിത്തിന്റെ ഫ്രണ്ടിനും ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിജിത്തിന് വെസിക്കിൾസ് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ബ്രിയനെ ഞാൻ ഈ കിംസ് വലിയത്തിൽ കൊണ്ടുവന്നിട്ട് ചിക്കൻ പോക്സിന്റെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്ത് സീനായിരുന്നെന്നറിയോ? അന്നും ഇതുപോലെ വാക്സിൻ എടുക്കാൻ ഈ സിസ്റ്റർ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷെ അന്ന് വാക്സിൻ എടുത്തത് ഒരുപാട് ബെനിഫിഷ്യലായി. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. പക്ഷെ ബ്രെയിനയ്ക്ക് ചിക്കൻ പോക്സ് വന്നില്ലാന്നേ. ആ വാക്സിൻ എടുത്തതിന് ശേഷം ചിക്കൻ പോക്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബൂസ്റ്റർ ഡോസ് ഒരു 3 മന്ത്സിന് ശേഷമാണ് എടുക്കേണ്ടത്. ബ്രിയനയ്ക്ക് അത് ഈ ജൂലൈയിലാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബ്രിയന ഒരു കാരണവശാലും വാക്സിൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. സിസ്റ്ററോട് 1 മിനിറ്റ് ചോദിക്കുകയാണ്. ഞാനൊന്ന് എൻ്റെ അമ്മേനെ ഹഗ് ചെയ്തോട്ടെ, ഒരു ലോങ് ബ്രെത്ത് എടുത്തോട്ടെ എന്ന് വേണ്ട എല്ലാ ഉടായ്പും പറയുന്നുണ്ട്. ഞാൻ സിസ്റ്ററോട് അതൊന്നും കണക്കാക്കണ്ട, ഞാൻ ആളെ അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചോളാം. സിസ്റ്റർ ധൈര്യമായിട്ട് വാക്സിൻ എടുക്കാൻ പറഞ്ഞു. വാക്സിൻ ഇൻട്രാമസ്കുലർ ആയത് കാരണം തൊടയിലെ മസിൽസ് എല്ലാം നല്ല റിലാക്സ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലോക്ക് ചെയ്യുന്ന പരിപാടി നടന്നില്ല. കാര്യം ആള് നല്ല ബലം കൊടുത്താണ് ഇരിക്കുന്നേ. അങ്ങനെ ദീർഘനേരത്തെ തട്ടിക്കളയലിനും സ്റ്റണ്ടിനും ഒക്കെ ശേഷം ആള് നമ്മൾ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് വാക്സിൻ എടുക്കാൻ. അങ്ങനെ അതങ്ങ് നടന്നു. വാക്സിൻ എടുത്തതിന് ശേഷം ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ഒന്നെങ്കിൽ സ്റ്റിക്കർ ബാൻഡേജ് വേണം, അല്ലെ ബാൻഡേജിൽ പടം വരച്ച് തരണം. ഇതാണ് ബ്രിയനയുടെ വാക്സിനേഷൻ കാർഡ്. അതിൽ നമ്മൾ വാക്സിൻ എടുത്തതെല്ലാം എൻറോൾ ചെയ്തു. ഇത് നമ്മൾക്ക് കൊണ്ടുപോകേണ്ട ഒരു OP ഷീറ്റാണ്. അതിലും എല്ലാ കാര്യങ്ങളും എൻറോൾ ചെയ്ത് സിസ്റ്ററോട് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ശരീരത്ത് ചൂടൊന്നും കയറിക്കൊള്ളത്തില്ലേ, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ശരി, അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.